പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് യുഎസിൽ തന്നെ തുടരാമെന്നും ഇവിടെ ബിസിനസ് ചെയ്യാമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഈ മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. നിലവിൽ യുഎസ് സർവകലാശാലയിൽ ഉള്ളത് ഏകദേശം 1.1 ദശലക്ഷം വിദ്യാർത്ഥികളാണ്. അതിൽ ചൈനയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. തൊട്ടുപിറകിൽ ഇന്ത്യയിൽ നിന്നുള്ളവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിനിടയിൽ യുഎസിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികളുടെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി പറഞ്ഞത്, മറ്റു രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് വരുന്നതിൽ ഞാൻ ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ട്. അതിൽ ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ പഠിക്കുന്നവരും പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവരുമായി 5 ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾ യുഎസിൽ കഴിയുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് നിരവധി സംഭാവനകൾ യുഎസിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അവർക്ക് യുഎസിലെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും യുഎസിൽ പുതിയ ബിസിനസ്സുകൾ അവതരിപ്പിക്കാനും സാധിക്കും. അതുപോലെ അവർ ഇവിടെ താമസിക്കുന്നതും ഇഷ്ടമാണെന്ന് ട്രംപ് പറഞ്ഞു. ഇവിടെ പല മികച്ച രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവരിൽ പലരും നല്ല സംഭാവനകൾ നൽകുകയും ഇവിടുത്തെ പല വലിയ കമ്പനികളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ യുഎസിലെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ ഇവിടെ പഠിക്കാൻ വരികയും 4 വർഷത്തെ പഠനം പൂർത്തിയാക്കുകയും അവർക്ക് വേണ്ട അറിവും പ്രവൃത്തി പരിചയവും സ്വന്തമാക്കിയതിനു ശേഷം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുകയും അവിടെ കമ്പനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് കാണാം. ഇന്ത്യയിലും ചൈനയിലും അങ്ങനെ നിരവധി കമ്പനികളുണ്ട്. അവിടെയൊക്കെ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ ചൈനീസ് വിദ്യാർത്ഥികളെ യുഎസിലെ കോളേജുകളിലേക്ക് പഠിക്കാൻ അനുവദിക്കുന്ന ഒരു കരാർ യുഎസും ചൈനയും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്ന നടപടികൾ നിർത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കരാറുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. ട്രംപിന്റെ ഈ പുതിയ തീരുമാനം നിരവധി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണ്. എന്നാൽ പലർക്കും ആശങ്കകൾ ഒഴിയുന്നില്ല. പ്രഗത്ഭരായ അല്ലെങ്കിൽ മികച്ച വിദ്യാർത്ഥികളെ യുഎസിൽ നിലനിർത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ യുഎസിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വർദ്ധിച്ചു വരുന്ന വിസ നിയമങ്ങളും വിദേശ വിദ്യാർത്ഥികളോടുള്ള സമീപനവും പലർക്കും ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട്. ഇതൊക്കെ അതിജീവിച്ച് എത്ര വിദ്യാർത്ഥികൾ യുഎസിൽ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ഒരു വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുഎസ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. യുഎസിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ യുഎസിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ യുഎസ് ഭരണകൂടം പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കണമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിൽ നിന്നും യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. ബിസിനസ് ഓറിയന്റഡ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അവിടെ ബിസിനസ്സുകളുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് കൂടുതൽ സഹായിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ട്രംപ് പ്രസ്താവന ഇറക്കിയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് യുഎസിലേക്ക് പോകുന്നവർ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം.